ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും കാലം. യഹൂദമതത്തിൻ്റെ ആരാധന ശിലകളായ 10 കൽപ്പനകളും മതവിശ്വാസ നിയമങ്ങളും മറ്റു സാമൂഹ്യ നിയമങ്ങളും ഇക്കാലത്താണ് ഉണ്ടായത്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ ചട്ടങ്ങളും കൽപ്പനകളും വെളിവാക്കുന്നു. 10 കൽപ്പനകൾ അടങ്ങിയ നിയമപ്പെട്ടകം ഇസ്രായേലിനെ ഓർപ്പിക്കുന്നത് യഹോവയുടെ സാന്നിധ്യമാണ്. ലേവ്യ യാഗങ്ങളും പുരോഹിതന്മാരും വിവിധ തരത്തിലുള്ള യാഗങ്ങളും അവയെ ഭരിക്കുന്ന നിയമങ്ങളും ഇക്കാലത്ത് ആരംഭിച്ചു. ഇസ്രായേൽ സമുദായത്തിൽ ലേവ്യർക്കും പുരോഹിതന്മാർക്കുമുള്ള സ്ഥാനങ്ങളും കർത്തവ്യങ്ങളും ഇക്കാലത്ത് നിർവചിക്കപ്പെട്ടു. യാഗങ്ങൾക്ക് സർവ്വപ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഇത്. രാജാക്കന്മാരുടെ കാലം മുതൽ യാഗങ്ങളും അത് നടത്തുന്ന പുരോഹിതന്മാരും യെരുശലേം ദേവാലയത്തോട് ബന്ധപ്പെട്ടിരുന്നതിനാൽ ഇക്കാലത്ത് യെരുശലേമിലും ദേവാലയം ഇസ്രായേലിന്റെ ആത്മീക കേന്ദ്രവും ആരാധനാ സ്ഥലവുമായി മാറി. യാഗത്തിൽ കൂടിയാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന ചിന്ത പുരോഹിതന്മാർ ഇക്കാലത്തെ ജനങ്ങളിൽ വർദ്ധിപ്പിച്ചു. ലേവ്യ പുരോഹിത വർഗത്തിൻ്റെയും യെരുശലേം ദേവാലയത്തിൻ്റെയും നിലനിൽപ്പ് യാഗങ്ങൾക്ക് ആവശ്യമായിരുന്നു. ഇക്കാലത്തെ ഇസ്രായേൽ ജന ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം യാഗങ്ങൾ നടത്തുന്നതിന് കൊടുത്തതിനായി പ്രവാചകന്മാർ പല സമയങ്ങളിലും അപലപിച്ചിട്ടുണ്ട്.